നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ കൊട്ടിയാഘോഷിച്ച് ഉദ്ഘാടനം നടത്തി ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോഴിതാ കൊട്ടിയാഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ ഈരാറ്റുപേട്ട വാഗമൺ റോഡ് ഒരു മാസത്തിനുള്ളിൽ തകർന്ന അവസ്ഥയാണുള്ളത്. വേലത്തുശ്ശേരിയിലാണ് ടാറിംഗ് തകർന്ന് റോഡിന് നടുവിൽ കുഴികൾ രൂപപ്പെട്ടത്. കനത്ത മഴയിലുണ്ടായ നീരൊഴുക്കിനെ തുടർന്നാണ് റോഡ് തകർന്നിരിക്കുന്നത്. വെള്ളമൊഴുക്കുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് മതിയായ പഠനം നടത്താതെയാണ് ടാറിംഗ് പൂർത്തിയാക്കിയതെന്നാണ് പ്രദേശവാസികൾ ഉയർത്തുന്ന ആരോപണം. മഴക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ വരും കാലങ്ങളിൽ റോഡിന്റെ അവസ്ഥ എന്താകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. പതിറ്റാണ്ടുകളായി പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വാദപ്രതിവാദങ്ങളുമെല്ലാം ഏറെ ചർച്ചയായതാണ്. 2016 ബജറ്റിലാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 63 കോടി രൂപ അനുവദിച്ച് ഈരാറ്റുപേട്ട മുതൽ തീക്കോയി വരെ 10 മീറ്റർ വീതിയും തുടർന്ന് 8 മീറ്റർ വീതിയിലും റോഡ് പണിയാൻ തീരുമാനിച്ചത്. എന്നാൽ റോഡിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അതിർത്തിക്കല്ലുകൾ സ്ഥാപിച്ചതിനാൽ കരാറുകാരന് പണം നൽകിയില്ല. ഇതിനെതിരെ കരാറുകാരൻ ഹൈക്കോടതിയെ സമീപിച്ചതോടെ നിർമ്മാണം നിലച്ചു. ഇക്കാര്യത്തിൽ തീരുമാനമാകാൻ 2 വർഷമെടുത്തു. ഇതിനിടെ കിഫ്ബി റോഡിന് ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ നിബന്ധന 8 മീറ്റർ എന്നത് 12 മീറ്റർ എന്നാക്കി. ഇതോടെ റോഡ് നിർമ്മാണം അനിശ്ചിതത്വത്തിലായി. തുടർന്ന് ഊരാളിങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ടെൻഡർ എടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും ആദ്യം തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. 20 കോടിയോളം രൂപ മുടക്കിയാണ് ഊരാളിങ്കലിന് കരാർ ഏൽപ്പിച്ചത്. പൊതുമരാമത്ത് വകുപ്പും കരാറുകാരുമെല്ലാം വിശദമായ പഠനം നടത്തിയാണ് ടാറിംഗ് പൂർത്തിയാക്കിയതെന്ന് പറയുന്നുണ്ടെങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ റോഡ് തകർന്നത് ആശങ്കയോടെയാണ് പ്രദേശവാസികൾ നോക്കിക്കാണുന്നത്. മഴക്കാലത്ത് ശക്തമായ ഉറവയുള്ള പ്രദേശങ്ങളിൽ തറയോട് പതിപ്പിക്കാതെയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. വേലത്തുശ്ശേരിയിൽ മാത്രം 3 ഭാഗങ്ങളിൽ ഉറവയെ തുടർന്ന് ടാറിംഗ് തകർന്നിട്ടുണ്ട്. സമീപത്ത് തന്നെ ടാറിംഗ് വിള്ളലും ഉണ്ടായിട്ടുണ്ട്. തുടർച്ചയായി വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ബാക്കി ഭാഗം കൂടി തകരുമെന്നതാണ് സ്ഥിതി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ശാസ്ത്രീയമായ പഠനമില്ലാതെ ടാറിംഗ് നടത്തിയതാണ് റോഡ് തകരാൻ കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഭാഗത്തെ ടാറിംഗ് മാറ്റി ടൈൽ പാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.